ഹലോ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു ചായക്കടിയുടെ റെസിപ്പി ആയിട്ടാണ്. നമ്മളെല്ലാവരുടെ വീട്ടിലും ഉണ്ടായിരിക്കുന്ന ഈ ഒരു മണിക്കടല വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഈ ഒരു കടല ഞാനൊരു 8 മണിക്കൂറോളം ഒന്ന് കുതിർത്ത് വെച്ചതാണ്. അപ്പോൾ പെട്ടെന്ന് കുതിരാൻ വേണ്ടി നിങ്ങൾ തിളച്ച വെള്ളത്തിലോട്ടിട്ടാൽ 2-3 മണിക്കൂറോളം തന്നെ ഇതുപോലെ നന്നായിട്ട് കുതിർന്ന് വരും. ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്ക് ഒട്ടും വെള്ളമില്ലാതെ ഈ ഒരു ചെറിയൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ചെറിയൊരു തരിതരിപ്പോട് കൂടി ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത്. വെള്ളം ചേർക്കാതെ വേണം ഇതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ പരിപ്പോടൊക്കെ ചെയ്യില്ല, അതേപോലെ ഒന്ന് തരിതരിപ്പോട് കൂടി അരച്ചെടുക്കുക. അപ്പോൾ ഇതാ ഞാനിവിടെ തരിതരിപ്പോട് കൂടി തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു കഷ്ണമൊക്കെ ഉണ്ടാവും, അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ ഈ ഒരു കടിയിലോട്ട് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള എല്ലാ കടലയും ഇതേപോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ എല്ലാ കടലയും ഞാൻ ഇതേപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം തന്നെ ചെറിയ രീതിയിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത് 2-3 പച്ചമുളകാണ്. പച്ചമുളക് ചെറുതായി അരിഞ്ഞത്. അപ്പോൾ ഞാനിവിടെ ഒരു 3 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 2 തണ്ട് കറിവേപ്പില ചെറുതായി അരിഞ്ഞത്, പിന്നെ ഒരു വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞത്, പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2-3 അല്ലി വെളുത്തുള്ളി കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, പിന്നെ 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം. അപ്പോൾ നിങ്ങൾക്ക് ചെറിയ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ ഈ ഒരു സ്റ്റേജ് സ്കിപ്പ് ചെയ്യുക. പിന്നെ പാകത്തിനുള്ള ഉപ്പ്, പിന്നെ 2 ടേബിൾ സ്പൂണോളം ആട്ട, പിന്നെ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി. ഇനി ഇതെല്ലാം കൂടെ നമ്മൾ കൈവച്ച് നന്നായിട്ട് ഞെമുണ്ടി നല്ലൊരു കുഴച്ച് നമുക്കൊരു ഉരുട്ടിയെടുക്കാൻ പാകത്തിലാകുന്നത് വരെ നന്നായിട്ട് കുഴച്ചെടുക്കണം പ്രസ് ചെയ്തിട്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഉള്ളിയിലൊക്കെ വെള്ളമൊക്കെ ഇതിലോട്ടൊന്ന് ഇറങ്ങി വന്ന് നമുക്കൊരു ഉരുട്ടിയെടുക്കാൻ പാകത്തിനുള്ള ഒരു ഷേപ്പിൽ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇതിലിപ്പം ഉരുട്ടിയെടുക്കാൻ പാകത്തിനായിട്ടില്ലെങ്കിൽ നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. വേറെ ഒന്നും ചെയ്യാതെ ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത്. ഈ ഒരു അളവിന് ഈ ഒരു ഇത് കറക്റ്റാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആട്ട വേണമെങ്കിൽ ഒന്ന് ലൂസായി പോയിട്ടുണ്ടെങ്കിൽ ആട്ട വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതേപോലെ ഉരുളകളാക്കിയിട്ട് നമുക്ക് ഈ ഒരു ഷേപ്പിൽ ആക്കിയെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതേപോലെ ഒന്ന് ആക്കിയെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ബാക്കിയുള്ള എല്ലാം തന്നെ ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുത്ത് ഒരു പരിപ്പ് വടയുടെ ഷേപ്പിലൊന്ന് ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ എനിക്ക് ഇത്രയും വടയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ വലിയതായ കൊണ്ടാണ് ഇത്രയും കിട്ടിയത്. ചെറുതാണെങ്കിൽ കുറച്ചും കൂടെ കിട്ടുമായിരുന്നു. ഇനി നമ്മൾ ചീനച്ചട്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പാനോ അടുപ്പിൽ വെച്ച് അതിൽ വെളിച്ചെണ്ണയോ ഓയിലോ ഒഴിച്ച് കൊടുക്കുക. അത് നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു വട ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ലോണം എണ്ണ തിളച്ചതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കി കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, ഉള്ളൊന്നും വെന്തും കിട്ടില്ല. അപ്പോൾ ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കുക. അപ്പം നമ്മളെ പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നന്നായിട്ട് വേവുകയും ചെയ്യും. ഇനി ഒരു ഭാഗമായി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 ഭാഗവും നമുക്ക് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കണം, വറുത്തെടുക്കണം. അപ്പോൾ ചെറിയൊരു ലൈറ്റ് ഗോൾഡൻ കളറായി കിടന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. അതുപോലെ ഈ ഒരു കടി ഒട്ടും തന്നെ എണ്ണ കുടിക്കുകയില്ല കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതാ ഞാനിതിവിടെ മുഴുവനായിട്ട് തന്നെ ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നല്ല സോഫ്റ്റുമാണ്, നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ള ഈ ഒരു പരിപ്പ് വട നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ കടല വെച്ചിട്ട് നമ്മൾ ഇഷ്ടം പോലെ നമുക്ക് കടല ഇപ്പം വീട്ടിൽ ഉണ്ടാവുകയും ചെയ്യുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതേപോലുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പീസ് ഐറ്റം വീണ്ടും വരുന്നതാണ്. താങ്ക് യു.